ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മുടെ മക്കളിൽ രോഗികളാകുന്നത്, നമ്മുടെ മാതാപിതാക്കളിൽ നമുക്ക് തന്നെ, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് അസുഖങ്ങൾ വരുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്, ദാരുണമായ മരണങ്ങൾ ഉണ്ടാകുന്നത്, കടക്കണിയിലേക്ക് മനുഷ്യൻ ആണ്ടുപോകുന്നത്. കടത്തിൽ പെടാനല്ല കടം വാങ്ങിക്കുന്നത്, പക്ഷേ പിന്നെ വീട്ടാൻ പറ്റാണ്ടായിപ്പോയി. നഷ്ടം വരാനല്ല കച്ചവടം തുടങ്ങുന്നത്. ചില ബിസിനസ്സുകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ പിറകിൽ എത്രയെല്ലാം നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടെങ്കിലും അതിലൂടെ വലിയൊരു ഹിക്മത്ത്, വലിയൊരു മൻഫഅത്ത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു വെച്ചിട്ടുണ്ടാകും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾ വ്യാകുലപ്പെടരുത്, സങ്കടപ്പെടരുത്, ടെൻഷൻ ആവരുത്. നമ്മുടെ മക്കൾക്ക് സുഖമില്ല എന്ന് വിചാരിച്ച് മരണം വരെ ടെൻഷൻ അടിച്ച് അതിന് പരിഹാരമാവോ? ഒരിക്കലും ആവുന്നില്ല. ഈ യതീംഖാനയിൽ പഠിക്കുന്ന, ഇവിടെ പഠിക്കുന്ന അന്തേവാസികളിൽ ഉമ്മയും ഉപ്പയും ഇല്ലാത്ത മക്കളുണ്ട്. ആ മക്കൾക്ക് ഈ ഉമ്മത്തിലെ ഓരോ ഉമ്മയും ഉപ്പയും അവർക്ക് ഉമ്മയാണ്, ഉപ്പയാണ്. നമ്മളൊക്കെ അവരുടെ ഉമ്മമാരും ഉപ്പമാരുമാണ്. ആ മക്കൾ ചിന്തിച്ചു നോക്കുക, ആ മക്കളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹുവേ, നീ എന്തൊരു പരീക്ഷണമാണ് റബ്ബേ അവിടെ ചെയ്തത്. ഉമ്മയും ഉപ്പയുടെയും തലോടലുകൾ ഏൽക്കാതെ, അവരുടെ സ്നേഹവും ശാസനയും ഏൽക്കാൻ കഴിയാതെ വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സ് എന്തിന് റബ്ബേ അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അള്ളാഹുവിന് മാത്രം അറിയുന്ന ഹിക്മത്തായിരിക്കും അതിന്റെ ഉത്തരം, നമുക്കറിയില്ല. എന്നാൽ വഹുവൽ അസീസുൽ ഹകീം. അള്ളാഹു ചെയ്യുന്ന ഓരോത്തിലും, ഓരോ കാര്യത്തിലും ഒരു യുക്തിയുണ്ട്. എല്ലാ യുക്തിയും നമുക്ക് മനസ്സിലാവൂല. അങ്ങനെ മനസ്സിലായ പിന്നെ മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം സമർപ്പിക്കുക എന്നാ. സമർപ്പിക്കുക എന്ന് പറഞ്ഞ തലക്ക് തിരിയാത്തതിന് വരെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴേ സമർപ്പണാവുള്ളൂ, അല്ലേ? ഒരു ഡോക്ടർ മരുന്ന് എന്നിട്ട് പറയാം, ഇത് കുടിച്ചോളി. അല്ല ഡോക്ടർ, ഇത് എന്തിനുള്ള മരുന്ന? ഇത് നിങ്ങളുടെ ബ്ലഡ് പ്രഷറൊക്കെ ഒന്ന് നോർമലാകാനോ, ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന ക്ഷീണം വരുന്നില്ലേ, അതിനുള്ളതാണ്. അപ്പം നമ്മൾ കുടിക്കും, അല്ലേ? ആ അസുഖം നമുക്കുണ്ട്, ഡോക്ടർ ഗുളിക എഴുതി, നിങ്ങൾ ഗുരുവായൂർ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ പോയിട്ട് വാങ്ങിക്കണം, അല്ലെങ്കിൽ കുട്ടനാട് നിന്ന് കിട്ടാൻ സാധ്യതയില്ല, ചിലപ്പോൾ നിങ്ങൾ കോഴിക്കോട് പോകേണ്ടി വരും. അല്ല ഡോക്ടർ, ഇത് എന്തിനുള്ളതാ? അതൊന്നും ചോദിക്കണ്ട, നിങ്ങളിത് കുടിച്ചോളി. നമ്മൾ കുടിക്കുമോ? ഇല്ല. ആ ഡോക്ടർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ഡോക്ടറെ കാണാൻ വേണ്ടി പോകും, അല്ലേ? ഹിക്മത്ത് അറിയാതിരിക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ ഒരു പ്രയാസമാണ്. എന്തിന് എന്നറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവന് വലഹു അസ്ലിമു, പടച്ചവന് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം, സമർപ്പിക്കണം. എന്ത് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ, യജമാനൻ അടിമയോട് പറയാണ്, നീ ഈ സ്റ്റേജ് എടുത്തിട്ട് തലയിൽ പൊക്കിയിട്ട് അങ്ങോട്ട് നടക്കണം, കുട്ടനാട് വരെ നടക്കണം എന്ന് പറഞ്ഞു. പടച്ചവനെ, ഈ സ്റ്റേജ് ഒരു പലക പോലെ എൻ്റെ തലയെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. എന്തിന് യജമാനെ വേറെ സ്റ്റേജിനെ അവിടെ കെട്ടി തന്നാ പോരെ എന്ന് അവിടെ ചോദ്യമല്ല. പറഞ്ഞത് ചെയ്യണം, തല കൊണ്ടൊന്ന് പൊക്കാനെങ്കിലും നോക്കണം. പറ്റിയോ ഇല്ലത് വേറെ വിഷയം. പറഞ്ഞതനുസരിക്കണം. അതാണ് ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് അള്ളാഹും അബ്ദും തമ്മിലുള്ള ബന്ധം. പടച്ചവൻ പറഞ്ഞതനുസരിക്കുക, തിരിഞ്ഞാലും ഇല്ലെങ്കിലും. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തിരിയുണ്ട്. അള്ളാഹ് പറഞ്ഞൊരു ഉദ്ദേശം, നോമ്പൊരിക്കലും ഇപ്പോൾ ശരിയാണ്, തടിക്കൊക്കെ ഒന്ന് ഈ കൊളസ്ട്രോളും ഈ കല്യാണം തക്കാരത്തിനൊക്കെ പോയി ചോറ് വെച്ചിട്ടേ എന്തായാലും തടിക്കൊന്ന് ശരിയാവാൻ നല്ലതാണ്, നോമ്പായിക്കോട്ടെ. സക്കാത്ത് പിന്നെ പരസ്പരം സഹായം, അത് നിസ്കാരം പിന്നെ ഒരു കോൺസെൻട്രേഷന്, ഇങ്ങനെയൊക്കെ നമുക്ക് പലതും പറയാം. അപ്പൊ ഹജ്ജോ, എന്തിനാ ഹജ്ജ്? ഒന്നും മനസ്സിലാവില്ല. എന്തിനാ മക്കത്തൊക്കെ എന്നെ അള്ളാഹ് വിളിച്ചത്? ഇവിടെ എവിടെയെങ്കിലും പോയാൽ പോരായിരുന്നോ? എന്ത് സഫാ മറുവിന്റെ ഇടയിൽ എന്തുകൊണ്ട് കഅബയെ ഇടതുവശം ചേർത്ത് വെച്ച് തവാഫ് ചെയ്യണം, 7 തവണ ചുറ്റണം? എന്തിനാ ജംറ എറിയാൻ പറഞ്ഞത്? എന്തിനാ മുടി മുറിക്കണം, അല്ല ഹൽഖ് ചെയ്യണം എന്ന് പറഞ്ഞത്? ഹിക്മത്ത് മനസ്സിലാവൂല, ചരിത്രം മനസ്സിലാവും. ഇന്ന ചരിത്രമായി എന്തേ അള്ളാഹു ഫറളാക്കിയത്? ഇസ്ലാമിന്റെ അവസാനത്തെ 5ാമത്തെ റുക്കനാണിത്. ഹജ്ജ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇസ്ലാം പൂർത്തിയായി എന്നാ പറയാ. എന്താ സംഭവം എന്നറിയോ? അള്ളാഹു പറഞ്ഞത് ഞാൻ അനുസരിച്ചു. എന്ത് അവിടെ ചോദ്യമല്ല, അള്ളാഹ് എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഇസ്ലാം അങ്ങനെയാണ്. പടച്ചവനെ ബോധ്യപ്പെടുകയും ഖുർആൻ ബോധ്യപ്പെടുകയും ചെയ്യുന്നവരെ നമ്മുടെ ബുദ്ധി കൊണ്ടൊക്കെ ആലോചിക്കാം. ഖുർആൻ എന്തുകൊണ്ട് ഇങ്ങനെയാണ്? പുണ്യനബി ഞങ്ങളുടെ നുബുവത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചിന്തിക്കണം, ചരിത്രം പഠിക്കണം, ബുദ്ധി വേണം, ഒക്കെ വേണം. പക്ഷേ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ പറഞ്ഞതനുസരിക്കല. പിന്നെ അവിടെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ല, ചെയ്യാൻ പാടുള്ളതുമല്ല. വിശുദ്ധ ഖുർആനിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, ഖുർആനിലെ കണ്ടന്റുകളെ. പക്ഷേ ഖുർആനിലേക്ക് എത്തിപ്പെടുന്നത് വരേക്കും ചോദ്യങ്ങളാവാം.
ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് മനുഷ്യന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമിഅനാ വഅതഅനാ സംഅൻ വതആഅ, അല്ലാഹുവേ നീ പറഞ്ഞു ഞങ്ങൾ അംഗീകരിച്ചു റബ്ബേ, അപ്പോഴേ മുസ്ലിം എന്ന് പറയുള്ളൂ. എല്ലാത്തിന്റെ ഹിക്മത്ത് തിരിയണം എന്നില്ല, അല്ലാഹു തിരിച്ചു തരൂല. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, പറയൂ നബിയേ, പറഞ്ഞു കൊടുക്കണേ, ജനങ്ങളോട് അറിയിച്ചു കൊടുക്കണമേ, അവർ ജീവിക്കാൻ പോകുന്ന ലോകം ദുരിതങ്ങളുള്ള ലോകം തന്നെയാണ്, പ്രയാസങ്ങളുള്ള ലോകമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്ന വേദന, മക്കളുള്ളവർക്ക് അവരെ എങ്ങനെ കെട്ടിച്ചേക്കാൻ പഠിച്ചോനെ, ഇവരെങ്ങനെയാ പഠിപ്പിക്കുക? ഒരു ഉമ്മ പറയുന്നത് കേട്ടു, ഒരാളോട്, പെൺകുട്ടി മാത്രമല്ല ഒരാളോട് ഒരു ഉമ്മ പറയാ, പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, ഒരു ആൺകുട്ടി നിങ്ങൾക്കില്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ, ആൺകുട്ടികളുടെ എൻ്റെ വേദന എനിക്കേ അറിയുള്ളൂ. +2 ഒക്കെ കഴിഞ്ഞാൽ അവർ നമ്മളോട് തിരിച്ചു പറയുന്ന വാക്ക് കേട്ടാലേ വേണ്ടായിരുന്നു ആൺകുട്ടി എന്ന് തോന്നിപ്പോകുന്നു. ഇല്ലാത്തവർക്ക് ഇല്ല എന്ന വേദനയല്ലേ, ഉള്ളവരുടെ വിഷമം. അവർ പുറത്തുപോയി വരുമ്പോഴേക്കും അവരുടെ സ്വഭാവം മാറുന്നുണ്ട്. അവർ നമ്മളോട് മറുത്ത് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോവുകയാണ്, റബ്ബേ എൻ്റെ മക്കളെന്താ ഇങ്ങനെ ആയിപ്പോയത്. എന്നാൽ പെൺകുട്ടികൾ അങ്ങനെ പറയൂലട്ടോ, നല്ല സ്നേഹമുള്ള മക്കളായിരിക്കും പെൺകുട്ടികൾ. ഞാൻ പറയുന്നത്, ഉള്ളവർക്ക് ഉള്ളതിൻ്റെ വിഷമമുണ്ടാവും, ഇല്ലാത്തവർക്ക് ഇല്ലാത്തതിൻ്റെ വിഷമമുണ്ടാവും. ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നായിരിക്കും മകളെക്കുറിച്ച് ഒരു ഉപ്പയുടെ ആഗ്രഹം. കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഇനിയൊക്കെ കുട്ടികൾ ഉണ്ടാവൂലേ? എപ്പോഴാണ് ഉണ്ടാവുക? 2 കൊല്ലായില്ലേ ഇവിടെ ചോനെ. അപ്പോൾ കുട്ടികളാവുന്നവരെ, അപ്പോൾ ഗർഭമുണ്ട്, വിശേഷമുണ്ട്, ഭയങ്കര സന്തോഷം. ഇനി ആ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? കയ്യും കാലും കണ്ണൊക്കെ ഉണ്ടാവോ? എന്തെങ്കിലും വിഷമമുണ്ടാവോ? ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് ആരോഗ്യമുണ്ടോ? കാണാൻ ചൊറുക്കുണ്ടോ? കുട്ടീൻ്റെ ചിരി എങ്ങനെ നടക്കാൻ പറ്റുമോ? പിന്നെ വേദന അതാണ്. എൻ്റെ കുട്ടി സംസാരിക്കുമോ? 1 കൊല്ലം കഴിഞ്ഞ് ഒന്നും മിണ്ടുന്നില്ല കാര്യമായിട്ട്. എൻ്റെ കുട്ടി സംസാരിക്കുമോ? വേദന തുടങ്ങി. എണീറ്റ് നടക്കുന്ന എൻ്റെ കുട്ടി എണീറ്റ് നടക്കുമോ? നടക്കാൻ തുടങ്ങി. സ്കൂൾക്ക് മദ്രസയിലേക്ക് നടന്നു പോകുമ്പോൾ അടച്ചോ എൻ്റെ കുട്ടി നടക്കുമ്പോൾ ഇപ്പുറത്തുള്ള ബൈക്ക് വന്ന് തട്ടിപ്പോവോ എൻ്റെ കുട്ടീനെ. ഇങ്ങനെ ജീവിതം മുഴുവനും ടെൻഷനാണ്. ഓരോന്നും നമ്മൾ വ്യാകുലതയോടുകൂടിയാണ് കാണുക. മരിക്കുന്നവരെ, നമ്മൾ മരിക്കണവരെ. മനുഷ്യനെ അല്ലാഹു പടച്ചത് ത്യാഗത്തിലാണ്. എപ്പോഴും ത്യാഗവും സങ്കടവും വിഷമവുമാണ്. അതുകൊണ്ട് ഹബീബേ, ജനങ്ങളോട് പറയണമേ, ഖുൽ ലൻ യുസീബനാ, നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങളുടെ മൗലയായ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ റിലാക്സ്, പിന്നെ സമാധാനിച്ച് ജീവിക്കുക. പിന്നെ വരാൻ പോകുന്ന അല്ലാഹുവിന്റെ ഖദാ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ ഇതാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, എൻ്റെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവേ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു നന്മ എനിക്ക് വരണമെങ്കിൽ, ഒരു ഫസാദോ ഒരു ഫിത്നയോ എന്നിലേക്ക് വരാതിരിക്കണമെങ്കിൽ അല്ലാഹുവേ നിന്റെ കഴിവല്ലാതെ മറ്റൊന്നും അവിടെ ഇടപെടാനില്ല റബ്ബേ എന്ന് പറഞ്ഞൊരാൾ ഇറങ്ങിയാൽ എന്ന് മലക്കുകൾ അവനോട് പറയുമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആണിനോടും പെണ്ണിനോടും നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഇറങ്ങാണ്. പിന്നെ സംഭവിക്കുന്നത്, ടെൻഷൻ അടിക്കരുത്. ഓവറായിട്ട് നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ടെൻഷൻ കൂടുതൽ. നമ്മൾ ഗൾഫിലൊക്കെ അബുദാബിയിലെ നമ്മൾ നൗഷാദ് ഭായ്, ഉമറാജിയും ഇവരൊക്കെ സ്ഥിരം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇടയ്ക്ക് പറയുന്നൊരു വിഷയം, നമ്മുടെ മലയാളികളുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും മലയാളികളാണെന്ന്. ഇപ്പം പല നാട്ടുകാരും അല്ലേ, ഒരു ചിരിയോ ഒരു സന്തോഷവും ഇല്ലാണ്ട് ഇങ്ങനെ ഈ സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് മിണ്ടാണ്ട് തലതാഴ്ത്തി ഇങ്ങനെ പോകുന്ന അത് നമ്മൾ നാട്ടുകാരാന്ന് ഉറപ്പാണ്. നമ്മൾ എന്തോ വരാൻ 20 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടനെ കെട്ടിക്കണ്ടേന്നാ കരപ്പം ആലോചിക്കുന്നുണ്ടാവുക. ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഒരു പുഞ്ചിരിക്കാൻ പോലും ആർക്കും സമയമല്ല. അത് സ്വതക്കയാന്നൊക്കെ ഹദീസ് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പുഞ്ചിരി നിങ്ങൾക്ക് സ്വതക്കയാണ്. ആ സ്വതക്ക നമ്മൾ മലയാളി മുസ്ലിമുകൾ കിട്ടൽ വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലൊക്കെ ചിരിക്കാന്നല്ലാണ്ട് എപ്പോഴും ഒരു മനുഷ്യനോട്, ഒരാളെ കാണുമ്പോഴേ, ഒരു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് നല്ല മുഖത്തോടുകൂടെയും എൻ്റെ പ്രശ്നമൊക്കെ തീർന്നിട്ടേ ഞാൻ ചിരിക്കുള്ളൂ എന്നിട്ട് തീരുമാനിച്ച പോലെ, ഇത് മരിക്കുമ്പോഴല്ലേ തീരുള്ളൂ.
അതിൻ്റെ മുമ്പൊക്കെ ചിരിച്ചു കിട്ടേണ്ട പോലെ സുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെടില്ല. എത്രയോ സ്വതക്കകൾ നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇങ്ങനെ, ഞാൻ ഇപ്പം പ്രസംഗിക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ പറയാം, നിങ്ങളെ മുഖമൊക്കെ ഇങ്ങനെ മാറുന്നത് എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് സന്തോഷത്തിലാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ കുറേ ടെൻഷനുകളുണ്ടാവാം. അതിപ്പോൾ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വെക്കുക എന്നല്ലാണ്ട് ഞാൻ എൻ്റെ ടെൻഷനൊക്കെ ആലോചിച്ച് പടച്ചോനെ എന്തൊക്കെ പ്രയാസങ്ങൾ അത് ഇത് എന്നൊക്കെ, അത് എൻ്റെ മുഖത്ത് വരുന്നതിലൂടെ നിങ്ങളുടെ മുഖങ്ങളിൽ, നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് എനർജി കയറുകയാണ്. അപ്പം നിങ്ങൾക്കും സങ്കടമാവുകയാണ്. രാവിലെ എണീക്കുമ്പോഴേക്കും അൽഹംദുലില്ലാഹ്, എന്തൊരു നല്ല ദിവസമല്ലേ, അള്ളാഹുവിന്റെ ദിവസം, യൗമുൻ ജദീദ്, ഇതൊരു പുതിയ ദിവസമാണ്, പുതിയ അമലുകളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം നമുക്ക് നല്ല ഖൈറായ അമലുകളെ കൊണ്ട് നന്നായിട്ട് മുതലെടുക്കണം, നല്ല ദിവസമാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ കണ്ടുമുട്ടുന്നൊരു നേരവും. നേരെ മറിച്ച് ഒരു കോണമില്ല, ദാ ഇങ്ങനെ ഉണരണ് മരിക്കണ് ജീവിക്കണ് നല്ലാണ്ട് എന്ത് ജീവിതം, എന്ത് രാവിലെ, എന്ത് വൈകുന്നേരം, നയാ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ട് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മനുഷ്യനും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില സദസ്സുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ പറയും, ആ മനുഷ്യൻ അവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ സമാധാനായേനെ, അയാൾ എന്തിനാ അവിടെ വന്നത്? ചില ആളുകൾ അവിടെ കണ്ടില്ലെങ്കിൽ എന്തേ അയാൾ വരാതിരുന്നത്? അയാൾ വരേണ്ടിയിരുന്നു അവിടെ. എന്ത് രസമായിരിക്കുമല്ലേ അവരുടെ സാന്നിധ്യം, അവരുടെ വർത്തമാനം കേൾക്കാൻ, അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ. ചില ആളുകളുടെ വർത്തമാനങ്ങൾ നെഗറ്റീവായിരിക്കും, എപ്പോഴും കുറ്റവും വിഷമവും ഇതന്നെ പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ആ വിഷമങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മാറ്റിവെച്ച് ജനങ്ങളോട് സന്തോഷം പറയുന്ന ആളുകൾ. ഈ രണ്ടാമത് പറഞ്ഞതിലാണ് നമ്മൾ പെടേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ? ഖുൽ, പറഞ്ഞു കൊടുക്കുക നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നമ്മൾ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന്റെ എത്രയോ ആണ്ടുകൾ എന്ന് പറഞ്ഞുകൂടെ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ച ചില ഖദറുകളിൽ എന്തൊക്കെയാണോ റബ്ബ് രേഖപ്പെടുത്തിയത്, ആ ഖലാഉകൾ മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ എന്നല്ലാതെ ആര് വിചാരിച്ചത് കൊണ്ടോ, ആരെന്തെങ്കിലും പ്ലാൻ ചെയ്തതുകൊണ്ടോ, ആരുടെയെങ്കിലും ഗൂഢമായ ചില ചിന്തകളെ കൊണ്ടോ ഒന്നുകൊണ്ടും അല്ലാഹുവേ എന്റെ ശരീരത്തിനോ, എന്റെ ഇസ്സത്തിനോ, എന്റെ കുടുംബത്തിനോ, എന്റെ പ്രവൃത്തികൾക്കോ തടസ്സമാവാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്നാൽ അല്ലാഹുവേ, നീ എങ്ങാനും ഒരു ഖലാ എനിക്ക് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തട്ടി മാറ്റാനും ആരെ കൊണ്ടും കഴിയില്ല. റബ്ബേ ഹുവ മൗലാനാ, ആ അല്ലാഹുവാണ് നമ്മുടെ സംരക്ഷകൻ. ആ റബ്ബ് നമ്മുടെ സംരക്ഷകനാണ്. സംരക്ഷകനായ റബ്ബ് നമുക്ക് വേണ്ടി നൽകുന്ന ഓരോന്നും അതിൻ്റെതായ ഫലമുണ്ടാക്കും. ഒരു ഡോക്ടർ കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന പോലെ, ഇഞ്ചക്ഷൻ വേദനയാണ്, പക്ഷേ വരാൻ പോകുന്നതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന് സാധ്യതയുള്ള ചില അസുഖങ്ങൾക്കുള്ള പ്രൊട്ടക്ഷനാണിത്. വേദനയാണ്, പക്ഷേ വേദനയിൽ ഹുവ മൗലാന, അല്ലാഹു നമ്മുടെ സംരക്ഷകനല്ലയോ? അവൻ തരുന്ന വേദനക്ക് മധുരമുണ്ട്. ഒരു കുഞ്ഞൊരു ഉമ്മാക്കും ഉപ്പാക്കും മരണപ്പെടുകയാണെങ്കിൽ ഫഹ്തസബാ, അവ രണ്ടുപേരും അല്ലാഹുവേ നിന്റെ ഒരു പരീക്ഷണം സംഭവിച്ചു റബ്ബേ, ആ പരീക്ഷണത്തിൽ ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട് റബ്ബേ എന്ന് പറയുകയും, വഹമിദ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ മനസ്സിന് വെറുപ്പില്ല എന്ന് അള്ളാഹുവിനെ ബോധിപ്പിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് ഉമ്മയും ഉപ്പയും പറയുക കൂടി ചെയ്താൽ അള്ളാഹു തആല സ്വർഗലോകത്ത് ബൈത്തുൽ ഹംദ്, സ്തുതി പറഞ്ഞതിന് കിട്ടുന്ന വീട് എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരം, കുഞ്ഞുങ്ങൾ മരിച്ചുപോയതിൽ നൊമ്പരപ്പെടുന്ന ഉമ്മമാർ അള്ളാഹുവിന്റെ ഖലായിൽ മനസ്സുകൊണ്ട് സമർപ്പിതമാവുകയും അള്ളാഹുവിനോട് അൽഹംദുലില്ലാ റബ്ബേ, നീ ചെയ്തത് ഖൈറ് തന്നെയാണ് അള്ളാഹുവേ, ഞങ്ങൾക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്, എന്നാൽ നീ ചെയ്തത് ഖൈറാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ബോധിപ്പിക്കേണ്ട നേരമാണത്. അത് ചെയ്യുന്നവർക്ക് ബൈത്തുൽ ഹംദ് എന്ന കൊട്ടാര വീട് അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൃദ്ധയായൊരു ഉമ്മ തഫൂറു ബിൽ ഹുമ്മാ, ആ ഉമ്മാക്ക് ശക്തമായ പനിയാണ്. പനി പിടിച്ച ആ ഉമ്മ പനിയെക്കുറിച്ച് ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ അരികത്തുകൂടെ കടന്നു പോകുമ്പോ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ പനിയെ കുറ്റം പറയില്ലിൻ, ലാ തൽഅനീ, പനിയെക്കുറിച്ച് ശാപവാക്ക് പറയില്ലിൻ, പനി ക്ഷീണമാണ്.
പനി ബുദ്ധിമുട്ടാണ്. അള്ളാഹു നമ്മുടെ രോഗികൾക്കൊക്കെ എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. പുണ്യനബി വഫാത്തായത് പനി ബാധിച്ചുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശിഫ അള്ളാഹു നൽകട്ടെ. ഉമ്മ, നിങ്ങൾ പനിയെക്കുറിച്ച് ഇങ്ങനെ പരാതിപ്പെടലിൻ ഫഇന്നൽ ഹുമ്മാ, തീർച്ചയായും പനി എന്ന് പറയുന്നത് മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളെ പൊറുപ്പിച്ചു കളയുന്ന പ്രായശ്ചിത്തമാണുമ്മ. അള്ളാഹു നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, നിങ്ങൾ പോലും മറന്നുപോയത്, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഒരു ജലദോഷം കൊണ്ട്, ഒരു പനി കൊണ്ട്. ഒരുപക്ഷെ നമുക്കൊന്നും ആ ചെയ്തു പോയ തെറ്റിൽ നിന്ന് ഓർത്ത് അള്ളാഹുവേ ആ തെറ്റെനിക്ക് പുറത്തു തരണേ, ഈ തെറ്റ് പുറത്തു തരണേ, ഞാൻ ആ പറഞ്ഞത്, ആ നോക്കിയത്, ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു പോയത്, ഇതൊന്നും ഓർക്കാൻ നമുക്ക് കഴിഞ്ഞോളുന്നില്ല. അതിനല്ലാഹു നമുക്ക് പകരം എന്ത് ചെയ്യുന്നറിയോ? ഒരു തൊണ്ടവേദന, ഒരസുഖം, ഒരു പനി, ഒരു വയറിളക്കം, ഒരു ബാക്ക് പെയിന്, ഒരു മുട്ടുകാലിന് വേദന. ഈ വേദന നമ്മൾ അനുഭവിക്കുന്നതോടുകൂടെ അള്ളാഹു നമ്മൾ ആ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരാണ്. അപ്പോ ആ പനി ബാധിച്ചത് ഖൈറാണോ അല്ലയോ? ഖൈറല്ലേ. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസബിൻ വലാ വസബിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. നിങ്ങളുടെ മനസ്സിന് ഒരു വേദന ഉണ്ടായാൽ, ഒരു സങ്കടമുണ്ടായാൽ, നമുക്ക് എത്ര സങ്കടമുള്ള വിഷയങ്ങളുണ്ടാവും, എത്ര വേദനയുള്ള വിഷയങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എത്ര വിഷമിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മഹലിന്റെ വിഷയങ്ങളാവാം, നമ്മുടെ സംഘടനാ വിഷയങ്ങളിലുള്ള വേദനയാവാം, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാവാം, ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അനുഭവിക്കുന്ന വേദന കണ്ടുകൊണ്ടാകാം, പലതും കണ്ടുകൊണ്ടാകാം. പലതും വീട്ടിലെ സ്വന്തം വീടിനുള്ളിലെ വിഷയങ്ങളാവാം, ഭാര്യയ്ക്ക് വിഷമായത്, മക്കൾക്ക് വിഷമായത്, മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായത്, ഇതൊക്കെ നമ്മൾ വിഷമിക്കല്ലേ. ഓരോ മനസ്സിന്റെ വേദനയും അല്ലാഹു അറിയുന്നുണ്ട്. ആ ഓരോ വേദനക്ക് പകരവും അല്ലാഹു നിങ്ങളുടെ തെറ്റുകളെ റബ്ബ് ഒരു ഉണങ്ങിയ വൃക്ഷത്തിന്റെ ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ നിങ്ങളുടെ തെറ്റുകളെ അല്ലാഹു പൊറുപ്പിച്ചു കളയുന്നുണ്ട്. സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട്, പനി കൊണ്ട്, വലാ നസബിൻ വലാ വസബിൻ, വേദന, ക്ഷീണം, ടയർഡാവുക എന്ന് പറയില്ലേ, നമ്മൾ അങ്ങനെ ടയർഡാവും, ചിലപ്പോൾ എണീറ്റ് നിൽക്കാൻ പറ്റൂല. നൗഷാദ് ഭായി പറയുന്നുണ്ട്, നൗഷാദ് ഇവിടെ അല്ലേ? ബസ്സിനെ കൊണ്ടുപോയത് ഭക്ഷണം കഴിക്കാനല്ലേ. നമ്മുടെ പരിപാടി തുടങ്ങാൻ സമയമായപ്പോഴേ എന്നോട് പറഞ്ഞു, സാറേ കുറച്ചു നേരം കിടക്കുന്ന വെച്ച്. ഞാൻ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോവും, എനിക്ക് അത്രയ്ക്ക് ക്ഷീണുണ്ട്. പക്ഷെ ഉറങ്ങാനല്ലല്ലോ കുട്ടനാട്ടേക്ക് വന്നത്, കോടനാട് അല്ലേ, കോടനാട്, കുട്ടനാടിനടുത്തൊരു കോടനാട്. അപ്പോൾ കിടന്നാൽ ഉറങ്ങും, ക്ഷീണുണ്ട്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ സലാം സാഹിബ് പനി പിടിച്ചിട്ട് ഗുളി പിടിച്ചിട്ട് അവിടെ ഇരിക്കണത്. ഇന്നലെ പെരുമ്പാവൂരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിയെത്തി. യാത്രയും ക്ഷീണവും ഉറക്കൊഴിക്കലും ഒരൊറ്റ പ്രതീക്ഷയാണ്, പടച്ചോനെ നീ സ്വീകരിക്കണേ, പടച്ചോനെ അള്ളാഹു സ്വീകരിക്കണേ റബ്ബേ, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഭയങ്കര ക്ഷീണം. ഇപ്പോൾ പോയി കിടന്നാൽ ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. 10 മണിക്ക് ഉറങ്ങുന്ന, സ്ഥിരം ഉറങ്ങുന്ന ഉപ്പമാർ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവും. ഒരു വേളല്ലേ, അതുകൊണ്ടൊന്ന് ഇരിക്കാം, ഒരു ദുആക്ക് ഉത്തരമുള്ള മജ്ലിസല്ലേ, അത് വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും. എന്ത് ടെൻഷനും ക്ഷീണവും ഉണ്ടെങ്കിലും പിന്നെ പറഞ്ഞു മുള്ളു കുത്തിയാലേ, ഒരു മുള്ളു കാലിൽ കുത്തി, അത് കുപ്പിച്ചില്ലായിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളുടെ കൈകൊണ്ട് കുത്തിയതായിക്കോട്ടെ, എന്ത് വേദനയുണ്ടോ അതിനൊക്കെ അല്ലാഹ് തെറ്റുകൾ ഇങ്ങനെ ഓർത്തിരുന്നു. യാ അല്ലാഹ്. അതുകൊണ്ടാണ് മുഅ്മിനിന്റെ ജീവിതം അത്ഭുതമാണ്. ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കുമില്ല എന്ന് നബി തങ്ങൾ പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ പഠിപ്പിക്കണേ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിനോട് ചേർത്ത് വെച്ച് പറയണം, അല്ലാഹു എനിക്ക് കണക്കാക്കിയത്, എന്റെ ജീവിതത്തിന് അല്ലാഹു നിശ്ചയിച്ചത്, ആ നിശ്ചയിച്ചത് മാത്രമേ എന്നിൽ സംഭവിക്കുന്നുള്ളൂ. ചില വിവാഹം പ്രയാസമായിരിക്കും, അത് അല്ലാഹുവിന്റെ ഖദാ ആയിരിക്കും. ചില വീടുകളിൽ മരുക്കളും അമ്മായിമ്മമാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം, മക്കളും വാപ്പയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാം, ജ്യേഷ്ഠാനുജന്മാരും പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ ആരും ഉണ്ടാക്കി വെച്ചതല്ല, പക്ഷെ അങ്ങനെ ആയിത്തീർന്നു കാര്യങ്ങൾ. അല്ലാഹുവേ, വലിയൊരു പരീക്ഷണമാണ് റബ്ബേ, നീ അത് നീക്കിത്തരയണമേ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷെ അതൊരു മുസീബത്താണ്, അല്ലാഹു തന്നൊരു മുസീബത്താണ്, അതിൽ ഖൈറുണ്ടാകും. പറയുക നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ,
അള്ളാഹു നമുക്ക് എന്താണോ നിശ്ചയിച്ചു വെച്ചത് അത് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ, നമുക്ക് മേൽ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അള്ളാഹു നമ്മുടെ സംരക്ഷകനല്ലയോ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിനെയാണ് മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്. മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഗൾഫിലുള്ള മൂത്ത മോനല്ല, അല്ലെ അങ്ങാടിയിലുള്ള പീടി റൂമിന്റെ മേൽക്കല്ല തവക്കുലാക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വരുമാനമോ 5 സെന്റ് ഭൂമിയോ അല്ല നമ്മൾ തവക്കുലാക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള കാശിലേക്കല്ല തവക്കുലാക്കേണ്ടത്. അള്ളാഹുല്ലേ പടച്ച തമ്പുരാൻ ഒരു വഴി കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അവരുടെ വിഷയങ്ങൾ റബ്ബ് ഇടപെടുന്നുണ്ടല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ നബിയെ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖിനോട് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന മോനുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ സംഭവമുണ്ട്. അബൂ സൈഫുൽ ഖയ്യിം എന്ന് പറയുന്ന, അബൂ സൈഫ് എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ ഭാര്യയാണ് ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിരുന്നത്. ഇബ്രാഹിം എന്ന കുഞ്ഞ് 2 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ വഫാത്തായ മറിയത്തുൽ ഖിബ്തിയ്യ എന്ന അഷ്റഫുൽ ഖൽഖിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് ഇണയായി നൽകിയ അടിമ സ്ത്രീയായിരുന്ന മറിയ ബീവിയിൽ നിന്ന് നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം. ആ കുട്ടിയെ പറ്റി അലൈഹിസ്സലാം എന്ന് പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം, വലിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. ഇത് ഹബീബിന്റെ മോൻ ഇബ്രാഹിം അലൈഹിസ്സലാം. തങ്ങളുടെ അഹ്ലു ബൈത്തിനെ പറ്റി അലൈഹിസ്സലാം എന്ന് പറയാമെന്നാണ്. അലി തങ്ങളെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹ എന്ന് പറയുന്ന പോലെ തന്നെ അലൈഹിസ്സലാം എന്ന് പറയുന്നവരുമുണ്ട്. ഫാത്തിമ ബീവിയെ കുറിച്ച് അലൈഹസ്സലാം റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ മതി, അലൈഹസ്സലാം എന്നും പറയാം. തങ്ങളുടെ മക്കളെക്കുറിച്ച് അവരുടെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ ചെല്ലാൻ പറ്റുമെന്നാണ് പണ്ഡിത മതം. ഏതായിരുന്നാലും അലി റളി മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹിം അലൈഹിസ്സലാം ആ ഒരു കൊച്ചുകുട്ടിയാണ്. 2 വയസ്സിൽ താഴെ പാല് കുടിക്കുന്ന പ്രായത്ത് മരണപ്പെട്ടു പോയ കുഞ്ഞാണത്. അബൂ സൈഫ് അൽ ഖയ്യിം എന്ന് പറയുന്ന നബി തങ്ങളുടെ സ്വഹാബിയുടെ ഭാര്യ, അവരുടെ ഭാര്യയാണ് ഉമ്മു സൈഫ് ബീവിയാണ് ആ കുട്ടിക്ക് പാല് കൊടുത്തിരുന്നത്. നമ്മുടെ പ്രവർത്തകരൊക്കെ സജീവമായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് കാര്യമായ ചില സഹായങ്ങൾ നമ്മളൊക്കെ ചെയ്യണം. നമ്മുടെ ഈ പരിപാടി പോലും നമ്മുടെ യതീംഖാനയുടെ അങ്കണത്തിൽ വെച്ച് നടത്തുന്നത്. നമ്മുടെ മക്കൾക്ക് ഒരു മാസത്തിൽ 3 ലക്ഷത്തിലേറെ രൂപ ചെലവ് വരുന്ന ഒരു വലിയ ഒരു സ്ഥാപനമാണിത്. നമ്മുടെ കോടനാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അഭിമാന സ്ഥാപനമാണ്. ഫളീല ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾ ഇവിടുന്ന് എത്രയോ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇപ്പോൾ എത്ര കുട്ടികളാണ് പഠിക്കുന്നത്? 93 കുട്ടികൾ, 140 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 93 കുട്ടികൾ ഇവിടെ താമസിച്ചു പഠിക്കുന്നവരാണ്. അതിൽ ഉമ്മയും വാപ്പയും ഇല്ലാത്ത മക്കളടക്കം അനാഥരും അഗതികളുമായ ആളുകളുടെ ഒരു ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഈ സ്ഥാപനം. സിദ്ദീഖുൽ അക്ബർ യതീംഖാന. ഇതിലേക്ക് സംഭാവനകൾ ചെയ്തവർ, ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിനിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് പഠിക്കാൻ ആവശ്യമായത് 30,000 രൂപയാണ്. അപ്പം ആ ഒരു 93ഓളം കുട്ടികളെ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നടത്തിപ്പ് തന്നെ വലിയ വിഷയമാണ്. ഫണ്ട് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര ടെൻഷനാണ്. അപ്പം നമ്മെ സംബന്ധിച്ചോളം സ്ഥാപനം ആയിക്കഴിഞ്ഞു, അത് റൺ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് ആളുകളുടെ വിയർപ്പും ഒരുപാട് ഉമ്മമാരുടെ കമ്മലും വളകളൊക്കെ ആയിരിക്കും ഈ യതീംഖാനയുടെ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അള്ളാഹു അവരൊക്കെ ചെയ്ത സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പം അതിൻ്റെ ഒരു വലിയ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥിനികളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഒരു സന്നദ്ധത മനസ്സിൽ നിയ്യത്ത് ചെയ്യുക. ഒരു വർഷം കൊണ്ട് ഒരു 30,000 രൂപ നമ്മുടെ കുട്ടികളുടെ ചെലവിലേക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുക. നമുക്കോ പഠിക്കാൻ പറ്റിയില്ല, ആ മക്കളൊക്കെ ചെയ്യുന്നതും അവരുടെ ദുആവും അവരുടെ നിസ്കാരവും അവരുടെ ദിക്റും അവർ ഖുർആൻ ഓതുന്നതും ഈ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ ഉപകാരങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ അവർ ചെയ്യുന്നതും അവരെ കൊണ്ട് മറ്റാളെങ്കിലും ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ കൂലി ഇതിനു വേണ്ടി സഹായിക്കുന്ന നമ്മളെല്ലാവർക്കും കിട്ടും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതൊരു തൗഫീഖാണ്. ഒരു സംഭാവന ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 70 ഇബ്ലീസുമാർ വന്നിട്ട് പറയും കൊടുക്കല്ലേ 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 കൊടുക്കല്ലേ. 70ഓളം ആളുകൾ പറഞ്ഞിട്ടും
ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാലേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ. അത്രക്ക് നാളെ എനിക്ക് അവിടെ പോകാനുള്ളതല്ലേ, നാളെ ബസ് ഫെയറിന് ഉള്ളതല്ലേ, എൻ്റെ കുട്ടിക്ക് അവിടെ ഫീസ് അടക്കാനായി തുടങ്ങിയില്ലേ, എവിടെ വേറെ വകുപ്പൊക്കെ ഉണ്ടായിരിക്കാം. പ്രയാസപ്പെട്ടുകൊണ്ട് ആരും ചെയ്യരുത്. അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ, ഒരു 30,000 രൂപ സ്വന്തം വീടിൻ്റെ ചെലവിൽ നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കൊല്ലത്തിൽ എനിക്ക് മാറ്റിവെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് പ്രയാസമില്ലെങ്കിൽ, ഒരു ഏകദേശം ഒരു മാസത്തിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു 3000 രൂപ അല്ലേ, ഒരു 3000 രൂപ ഒരു മാസത്തിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്ര വേണ്ടി വരില്ല. 2000 ചില്ലറ 12 മാസമല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാഹ് സാധിക്കുന്ന ആളുകൾ ഒരു മാസത്തിൽ 2500 വെച്ച് ഞാൻ തരാം എന്ന് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു നിങ്ങൾക്കും മാത്രമേ അറിയുള്ളൂ. എനിക്കറിയില്ല, അവിടെ ആർക്കും അറിയില്ല, നിങ്ങൾക്കും പടച്ചവനെ അറിയുള്ളൂ. അത് നിങ്ങൾ നിർബന്ധമായും ഒരു അവസരമാണ്, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ഉസ്താദന്മാരും പ്രവർത്തകരൊക്കെ അതുമായി സമീപിക്കുമ്പോൾ നിങ്ങൾ ചെയ്യണം. ഇവിടെ നിന്ന് അങ്ങനെ പറയാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, എത്ര കുട്ടികളെ ഞാൻ ഏറ്റെടുത്തേക്കാം, എനിക്ക് ഒരു കുട്ടിയെ 2 കുട്ടിയെ 3 കുട്ടിയെ ഒരു വർഷത്തേക്ക് എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്നറിയിക്കണേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ, പറ്റുന്നവരുണ്ടെങ്കിൽ. മാഷാ അല്ലാഹ്, ഒരു കുട്ടിയെ അവിടുന്ന് ബേക്കിൽ നമ്മുടെ സുഹൃത്ത് 2 മക്കളെ, ബാറക്കല്ലാഹ്, അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ, അള്ളാഹു നീ കബൂൽ ചെയ്യണേ റബ്ബേ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് വേറെ ആരും നോക്കണ്ട, നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൈപൊക്കിയാൽ മതി. ഇവിടെ പ്രവർത്തകർ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അള്ളാഹു നീ സ്വീകരിക്കണേ പടച്ചവനെ. അത് നല്ല നിയ്യത്തല്ലേ, ഒരു നല്ല കാര്യം പറഞ്ഞു, ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് തന്നെ. ഖൈറുൽ ഉമൂരി അജലുഹു, എല്ലാ കാര്യത്തിലും പെട്ടെന്ന്, നന്മയിൽ പെട്ടെന്ന് ചെയ്യലാണ് ഖൈർ. അതിങ്ങനെ വെച്ചുകൊണ്ട് നിന്നാൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് അള്ളാഹു നമുക്ക് തൗഫീഖിനെ തട്ടിക്കളയും. പെട്ടെന്ന് തീരുമാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കും. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരുമാനം ഇല്ലാണ്ടായിപ്പോയി, ഒരു പ്രശ്നമില്ല. ചില ആളുകൾ അങ്ങനെ ഏറ്റെടുക്കുന്ന സമയത്ത് അവർക്ക് കച്ചവടം ഉണ്ടായിരിക്കും, മാസത്തിൽ ഇത്ര തരാം. പിന്നെ അവർ കച്ചവടം നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെയും റെസീറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്ര തരാം, കുടിശ്ശിക ഉണ്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലേ. അവർക്ക് പറ്റുമെങ്കിൽ തരുന്നതിന് പറഞ്ഞ അതിനർത്ഥമുള്ളൂ. അവർ തരുന്നതും തരാതിരിക്കുന്നതും അവർ അള്ളാഹും തമ്മിലുള്ള വിഷയമാണ്. നിങ്ങളുടെ കച്ചവടം നഷ്ടമായത് നമുക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ അന്ന് ഏറ്റെടുത്തല്ലേ, 2 കൊല്ലം കൊണ്ട് 5 ലക്ഷം ആയിട്ടുണ്ട്, ആ സാധു ബോധം കെട്ട് വീഴും. അങ്ങനെ ചോദിക്കാനേ പാടില്ല. വിഷമിപ്പിക്കുന്ന സമയമല്ലേ അത്. അവരെ കൊണ്ട് പറ്റുന്ന സമയം അവർ തരും, അത്രേ അതിനർത്ഥമുള്ളൂ. ഇല്ലേ, അവർക്ക് തരാൻ കഴിയില്ല, കഴിഞ്ഞു, വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കൊണ്ടല്ലെങ്കിൽ വേറെ ആരെ കൊണ്ടെങ്കിലും നടത്തും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് പറ്റുന്ന ആളുകളൊക്കെ സഹകരിക്കണേ. നമ്മുടെ സംഘാടകർ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലിയിരിക്കാം. അതിനൊരു സൗകര്യം, പാൻറ് ഇട്ട് വന്നവർക്കൊക്കെ പേഴ്സ് എടുക്കാനൊക്കെ ഒരു സൗകര്യമാണ് അങ്ങനെ എണീറ്റ് നിൽക്കുമ്പോഴേ. അപ്പോൾ ബക്കറ്റ് വരുമ്പോൾ കൊടുത്തേക്കണേ. ബിസ്മില്ലാ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا